الحمد لله الذي جعل الأزمان مواقيت للأعمال وأفعل الشهور والأيام للتضاعف الأجر والثواب. أحمده سبحانه وتعالى على نعمه الإزار، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا محمد صلى الله عليه وسلم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യാന്വേഷികളായ വിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷിച്ചു തഖ്വ കൈവിടാതെ ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും ഏറെ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞകളും കൽപ്പനകളും വിധിവിലക്കുകളുമെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന വിധിയുടെ നാളിൽ അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്തിലും ഔദാര്യത്തിലും പെട്ടതാണ് അവന്റെ അടിമകളായ അവന്റെ ദാസന്മാർക്ക് സൽക്കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം നൽകുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക കാലവും സമയവും നിർണയിച്ചു തന്നിരിക്കുന്നു എന്നത്. അത്തരത്തിലുള്ള ഒരു പ്രത്യേക കാലങ്ങളിൽ പെട്ടതാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ എന്നത്. ഈ ദിവസങ്ങളുടെ മഹത്വങ്ങളും അതിന്റെ ശ്രേഷ്ഠതകളുമെല്ലാം പരിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും.
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ 10 രാത്രികളെ കൊണ്ട് പ്രത്യേകം സത്യം ചെയ്ത് പറഞ്ഞതിൽ എന്ന് തന്നെ ആ 10 ദിനങ്ങൾക്ക് പ്രത്യേകം മഹത്വങ്ങളുണ്ട് എന്നത് ആ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു അയ്യാമി ദുനിയാ, ദുനിയാവിലെ ഇഹലോകത്തിലെ ദിനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള, ഏറ്റവും അഫ്ളലായ, ശ്രേഷ്ഠമായത് അയ്യാമുൽ അശ്ർ, അത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ് എന്നതാണ്. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു عن النبي صلى الله عليه وسلم أنه قال ما العمل في الأيام الأشهر. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ 10 ദിനങ്ങളിൽ, ദുൽഹിജ്ജ മാസത്തിലെ 10 ദിനങ്ങൾ, അതിൽ നിർവഹിക്കുന്ന കർമ്മങ്ങളെക്കാൾ അഫ്ളല മിനൽ അമലി ഫി ഹാദിഹി, ശ്രേഷ്ഠമായ മറ്റൊരു ദിവസത്തെ സൽക്കർമ്മങ്ങൾക്കുമില്ല എന്നതാണ്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള പുണ്യം, അതിന്റെ അഫ്ളൽ, അതിന്റെ പ്രതിഫലം, അതിന്റെ ആ പ്രതിഫലങ്ങളെക്കാൾ ആ പ്രവർത്തനങ്ങൾക്കുള്ള ശ്രേഷ്ഠത മറ്റൊരു ദിനത്തിലും ഇല്ല എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. ആ സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ചോദിച്ചു, ഖാലു വലൽ ജിഹാദ്, അല്ലാഹുവിന്റെ റസൂലേ, ജിഹാദിനും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനും ആ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം, അതിന്റെ അത്ര ശ്രേഷ്ഠത ജിഹാദിനുമില്ലേ എന്ന് സ്വഹാബികൾ ചോദിക്കുകയുണ്ടായി. അവിടുന്ന് പ്രവാചകൻ പറഞ്ഞു, വലൽ ജിഹാദ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനും ഇല്ല എന്നതാണ്. എന്നിട്ട് പറഞ്ഞു, ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഉ ബിശൈഇൻ, എന്നാൽ ഒരാൾ സ്വന്തം ശരീരവും സമ്പത്തുമായി അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിന് പുറപ്പെടുകയും അവയിൽ നിന്ന് ഒന്നും തന്നെ അദ്ദേഹം തിരിച്ചു കൊണ്ടുവരാതെ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്താലല്ലാതെ, എന്ന് പറഞ്ഞാൽ ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധത്തിന് പോവുകയാണ്, ഷഹീദാകാൻ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിന് വേണ്ടി പുറപ്പെട്ടു. അദ്ദേഹം ആ ജിഹാദിന് പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ സമ്പത്തുമായാണ് ജിഹാദിന് പോകുന്നത്. അവിടെ വെച്ച് അദ്ദേഹം ഷഹീദാവുകയും ആ സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ മാർഗത്തിൽ ആ ജിഹാദിന് വേണ്ടി ചിലവഴിക്കുകയും ചെയ്താൽ അവർക്ക് മാത്രമാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളുടെ പുണ്യങ്ങൾക്ക് അതിന്റെ ആ ശ്രേഷ്ഠതയേക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് എന്നർത്ഥം. ഇനി അതുമായി തിരിച്ചു വരികയാണ്, ഷഹീദാകാതെ സമ്പത്തുമായി തിരിച്ചു വരികയാണ്, യുദ്ധത്തിലൊക്കെ പങ്കെടുത്തു, പക്ഷേ അവനേക്കാളും പുണ്യം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ, ആ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്കാണ് ഉള്ളത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമായ ദിനരാത്രങ്ങൾ ഈ ദിനരാത്രങ്ങളുടെ കർമ്മങ്ങൾക്കാണ് എന്നാണ് ഏറ്റവും ഇഷ്ടം.
ما من أيام العمل الصالح فيها أحب إلى الله من هذه الأيام يعني أيام العشر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളെക്കാൾ അല്ലാഹുവിന് സൽക്കർമ്മങ്ങൾ ഇഷ്ടമുള്ള മറ്റൊരു ദിനങ്ങളുമില്ല എന്ന് വെച്ചാൽ, അഥവാ മറ്റേത് സൽക്കർമ്മങ്ങളെക്കാൾ അല്ലാഹുവിന് ഇഷ്ടം ഈ ദിനങ്ങളിലെ സൽക്കർമ്മങ്ങൾക്കാണ് എന്നാണ്. അത്രയും അല്ലാഹുവിന് ഇഷ്ടമുള്ള ദിനങ്ങളാണ് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനങ്ങൾ. റമളാനിലെ അവസാനത്തെ 10 പകലുകളേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നാണ്. റമളാനിൽ നമുക്കറിയാം റമളാനിന്റെ പുണ്യങ്ങൾ, റമളാനിന്റെ മഹത്വങ്ങൾ, റമളാനിന്റെ ശ്രേഷ്ഠതകൾ അതെല്ലാം നമ്മൾ അറിഞ്ഞവരാണ്. പല ഖുതുബകളിലായി, പല ക്ലാസുകളിലായി നമ്മൾ അറിഞ്ഞവരാണ്. എന്നാൽ ആ റമളാനിലെ അവസാനത്തെ 10 പകലുകളേക്കാൾ ശ്രേഷ്ഠത ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾക്കുണ്ട് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കുന്നത്. റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങളുടെ രാത്രിക്കാണ് കൂടുതൽ പ്രതിഫലം. എന്നാൽ ആ പകലിലേക്കാൾ പ്രതിഫലം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 പകലുകൾക്കാണ്. ദുൽഹിജ്ജ മാസത്തിലെ 10 ദിനങ്ങൾ ഇത്രയും ശ്രേഷ്ഠമാകാനുള്ള കാരണത്തെക്കുറിച്ച് ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. വല്ലദീ യദ്ഹറു أن السبب في امتياز عشر ذو الحجة لمكان اجتماع أمهات العبادة فيه. ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളിൽ ഇത്രയും ശ്രേഷ്ഠമാകാനുള്ള കാരണം അതെന്താണ്? വഹിയ അടിസ്ഥാനപരമായി وهي الصلاة والصيام والصدقة والحج. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പഞ്ചസ്തംഭങ്ങൾ, ഇസ്ലാം കാര്യങ്ങളിലെ പഞ്ചസ്തംഭങ്ങൾ, ആരാധനകളാകുന്ന നമസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ഇങ്ങനെ തുടങ്ങിയ ഈ കർമ്മങ്ങളെല്ലാം ഒന്നിച്ചു വരുന്ന ദിനമാണ് ദുൽഹിജ്ജ മാസം. അത് മറ്റൊരു ദിവസങ്ങളിലും അങ്ങനെ ഒന്നിച്ചു വരികയില്ല. ദുൽഹിജ്ജ മാസത്തിന്റെ പ്രത്യേകതയാണ്. നമസ്കാരവും നോമ്പും സക്കാത്തും അത് ഒരുമിച്ച് വരും. എന്നാൽ വർഷത്തിൽ ദുൽഹിജ്ജ മാസത്തിൽ മാത്രമാണ് ഹജ്ജ് കർമ്മം വരുന്നത്. ഈ 4 കർമ്മങ്ങളും ഒരുമിച്ച് വരുന്ന ഒരേ ഒരു ദിവസം, ഒരേ ഒരു മാസം അത് ദുൽഹിജ്ജ മാസത്തിലെ ആ ആദ്യത്തെ 10 ദിനങ്ങളിലാണ് ആയതുകൊണ്ടാണ് റമളാനിന്റെ അവസാനത്തെ 10 അവസാനത്തെ ആ പകലേക്കാളും പുണ്യം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾക്ക് വരാനുള്ള കാരണം എന്നതാണ്. അതാണ് അതിന്റെ മഹത്വം. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളിലെ വെള്ളിയാഴ്ച, ആ വെള്ളിയാഴ്ച ദിവസം മറ്റു മാസങ്ങളിലെ വെള്ളിയാഴ്ചകളെക്കാൾ ശ്രേഷ്ഠമുണ്ട് എന്നതാണ്. നമുക്ക് കാണാം. ഖാല ഇബ്നു ഹജർ റഹിമഹുല്ലാഹ്, ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുകയാണ്, യൗമുൽ ജുമുഅ ഫീ അശ്റ ദുൽഹിജ്ജ അഫ്ദലു മിനൽ ജുമുഅത്തി ഫീ ഗൈരിഹി. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുകയാണ്, 2 ശ്രേഷ്ഠതകൾ ഒരുമിക്കുന്നു എന്നതിനാൽ ദുൽഹിജ്ജയുടെ 10 ദിനങ്ങളിൽ കടന്നു വരുന്ന വെള്ളിയാഴ്ച എന്നത് ലാ ഇജ്തിമാഇൽ ഫളലൈൻ ഫീഹി, മറ്റേതൊരു വെള്ളിയാഴ്ചകളെക്കാൾ കൂടുതൽ മികച്ചതാണ്, ഫളലുള്ളതാണ് എന്നതാണ്. അപ്പൊ മറ്റെല്ലാ വെള്ളിയാഴ്ചകളെക്കാളും ഏറ്റവും അഫ്ളലായ, ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളിയാഴ്ച ദിവസം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ വരുന്ന ആ വെള്ളിയാഴ്ചക്കാണ് എന്നതാണ്. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, ധാരാളമായി നന്മകൾ വർദ്ധിപ്പിക്കാൻ, 10 ദിനങ്ങളിൽ പ്രത്യേകമായി സദഖ നൽകാൻ, സുന്നത്തായ കർമ്മങ്ങളൊക്കെ ചെയ്താൽ
കൂടുതൽ കൂടുതൽ അഫ്ളലായ പ്രതിഫലങ്ങൾ, ധാരാളം നന്മകൾ അതിലൂടെ നമുക്ക് ലഭിക്കുമെന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഏറെ ശ്രേഷ്ഠതയുള്ള ഈ ദിവസങ്ങളിൽ ധാരാളം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നമ്മുടെ മുൻഗാമികളായ സലഫുകൾ പ്രത്യേകം ശ്രദ്ധ കാണിച്ചിരുന്നു എന്നത് അവരുടെ ജീവിതങ്ങളിൽ വായിച്ചെടുക്കുമോ കാണാൻ സാധിക്കും. വകാന സഈദ് ബിൻ ജുബൈർ ഇദാ ദഖല അയ്യാമുൽ അശ്രി اجتهادا شعيدا حتى ما كادوا يقدر عليه. ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസങ്ങൾ, ആ ദിവസങ്ങൾ സമാഗതമായി കഴിഞ്ഞാൽ താബിഈകളിൽ പ്രമുഖനായ സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാഹ് തനിക്ക് കഴിയില്ല എന്ന് തോന്നുവാർ, സാധിക്കുകയില്ല എന്ന് തോന്നുന്ന രീതിയിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനായി അദ്ദേഹം പരിശ്രമിക്കുമാറുണ്ടായിരുന്നു എന്നാണ്. കഠിനമായ പരിശ്രമം, ധാരാളം സൽക്കർമ്മങ്ങൾ. മറ്റ് മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം ധാരാളമായി നന്മകൾ ചെയ്യുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മുന്നിലേക്ക് കടന്നു വരാനിരിക്കുന്നത് ദുൽഹിജ്ജ മാസമാണ്. ആ ദുൽഹിജ്ജ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ മാസത്തിന്റെ ആദ്യത്തെ ദിനങ്ങൾ 1 മുതൽ 10 വരെ, അല്ല 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ നോമ്പനുഷ്ഠിക്കണം, അല്ലെങ്കിൽ സാധിക്കുന്ന ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കണം. അതുപോലെ സുന്നത്തായ നമസ്കാരങ്ങൾ, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. ഖുർആൻ പാരായണം, ദിക്റുകൾ, മറ്റ് ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കണമെന്നതാണ്. അങ്ങനെ സാധിച്ചാൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങളുടെ കൂട്ടത്തിൽ അത് രേഖപ്പെടുത്തും. ധാരാളം പ്രതിഫലം അതിലൂടെ നമുക്ക് വാരി കൂട്ടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നന്മകൾ വർദ്ധിപ്പിക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറെ ശ്രേഷ്ഠകരമായ പുണ്യകർമ്മങ്ങളിൽ ഒന്നാണ് ബലികർമ്മം എന്നത്. ദുൽഹിജ്ജ 10 യൗമുൻ നഹർ, ബലിദിനം എന്ന് പറയുന്ന ആ പറയുന്നത് തന്നെ അന്ന് നിർവഹിക്കാനുള്ള പ്രധാനപ്പെട്ട കർമ്മം അത് ഉളുഹിയ്യത്ത് ആയതുകൊണ്ടാണ്. ഇത് ഇസ്ലാമിന്റെ ശറഈൽ സ്ഥിരപ്പെട്ട കാര്യമാണ് എന്നതിൽ മുസ്ലിങ്ങളെല്ലാം ഏകാഭിപ്രായക്കാരാണ്. ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസല്ലി ലിറബ്ബിക വൻഹർ. ആകയാൽ നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. നമ്മൾ നമസ്കാരത്തിന് കൈകെട്ടിയാൽ അതിന്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്ന ആ കാര്യം, ആ പ്രതിജ്ഞ, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. തീർച്ചയായും ഖുൽ പറയുക, ഇന്ന സ്വലാത്തി എന്റെ നമസ്കാരം, എന്റെ പ്രാർത്ഥന, വനുസുകി എന്റെ ബലികർമ്മം, വമഹിയായ എന്റെ ജീവിതം, വമമാതി എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ അത് ലോകരക്ഷിതാവായ അല്ലാഹുവിനുള്ളതാകുന്നു എന്നാണ്. അവിടേക്ക് ബലിയുടെ പ്രാധാന്യം
അതാണ് സൂചിപ്പിക്കുന്നത്. ആ ബലി അറുക്കുന്നതിന്റെ വിധിയുടെ വിഷയത്തിൽ പ്രധാനമായും രണ്ട് അഭിപ്രായങ്ങളാണുള്ളത്. ഒരു വിഭാഗം പണ്ഡിതന്മാർ അതിനെ കുറിച്ച് പറഞ്ഞ് നിർബന്ധമാണ് എന്നതാണ്. ആ നിർബന്ധമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ അതിനുള്ള തെളിവ് വിശുദ്ധ ഖുർആനിൽ നിന്ന് അവർ ഉദ്ധരിച്ചത് ഫസല്ലി റബ്ബിക വൻഹർ, ആകയാൽ നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക എന്ന ആയത്താണ്. ഈ വചനത്തിൽ ബലിയർപ്പിക്കുവാനുള്ള കൽപ്പന, ആ കൽപ്പന ബലികർമ്മം നിർവഹിക്കാമെന്നതിന് അവർ വാദിക്കുന്നു. അതിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇമാം മാലിക് റഹിമഹുല്ലാഹ്, അതുപോലെ താബി പണ്ഡിതനായ സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ്, അബൂ ഹനീഫ റഹിമഹുല്ലാഹ്, അതുപോലെ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ്, ഇങ്ങനെ തുടങ്ങിയ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത് അവർ നിർബന്ധമാണ് എന്ന് പറയുന്ന പക്ഷത്തുള്ള ആളുകളാണ്. അതുപോലെ നിർബന്ധമാണ് എന്നതിന് അവർ ഉദ്ധരിക്കുന്ന ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു أن رسول الله صلى الله عليه وسلم قال من كان له سعة ولم يضحي فلا تقربن مصلانا. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ഒരാൾ ബലിയറുക്കാൻ സൗകര്യമുണ്ടായിട്ടും ബലിയറുക്കുന്നില്ല എങ്കിൽ ഫലാ യഖ്റബന്ന മുസല്ലാന, നമ്മുടെ പെരുന്നാൾ നമസ്കാര സ്ഥലത്തേക്ക് അവർ അടുക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. ഈ ഹദീസിനെ സൂചിപ്പിച്ചുകൊണ്ടും വിശുദ്ധ ഖുർആനിലെ ആയത്തിനെ സൂചിപ്പിച്ചുകൊണ്ടുമാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് അത് നിർബന്ധത്തെ സൂചിപ്പിക്കുന്നു എന്നത്. ഉളുഹിയത്ത് എന്നത് വളരെ പ്രബലമായ സുന്നത്താണ് എന്ന് വാദിക്കുന്ന മറ്റു വിഭാഗം പണ്ഡിതന്മാരുണ്ട്. ഭൂരിഭാഗം പണ്ഡിതന്മാരും ആ അഭിപ്രായക്കാരാണ്. അവരതിന് പറയുന്ന തെളിവ് അൻ ഉമ്മി സലമത റളിയല്ലാഹു അൻഹാ أن النبي صلى الله عليه وسلم إذا رأيتم هلال ذي الحجة وأراد أحدكم أن يضحي فليمسك عن شهره وأظفاره. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് വന്ന ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയാണ്, ഈ ഹദീസിൽ പറഞ്ഞത് നിങ്ങളിൽ ബലി അറുക്കുക എന്നത്, ഉളുഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നവർ ദുൽഹിജ്ജ മാസത്തിൽ തന്റെ നഖവും മുടിയും നീക്കം ചെയ്യാൻ പാടില്ല എന്നാണ്. ഇവിടെ നിങ്ങളിൽ ബലി അറുക്കാൻ ഉദ്ദേശിക്കുന്നവർ എന്ന പ്രയോഗം, ആ ഉദ്ദേശിക്കുന്നവർ എന്ന പ്രയോഗം അത് നിർബന്ധത്തെ സൂചിപ്പിക്കുന്നില്ല എന്നതാണ് ഈ പണ്ഡിതന്മാർ പറഞ്ഞ വാദം. അതാണ് ഈ രണ്ട് നിർബന്ധമാണ് എന്ന് പറഞ്ഞതിനെയും നിർബന്ധമല്ല എന്നതിനെ സൂചിപ്പിക്കുന്നതും ഒരാൾക്ക് ബലിയറുക്കാൻ സൗകര്യമുണ്ടായിട്ട് ബലിയറുക്കുന്നില്ല നമ്മുടെ പെരുന്നാൾ നമസ്കാര സ്ഥലത്തേക്ക് അവർ അടുക്കുന്നത് എന്ന ഹദീസ് ഉളുഹിയത്തിന്റെ ഗൗരവത്തെയാണ് അറിയിക്കുന്നത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. കഴിവുണ്ടായിട്ടും ഉളുഹിയത്ത് ഉപേക്ഷിക്കുക എന്നത് അത് ദീനിൽ വെറുക്കപ്പെട്ട കാര്യമാണ്. അവർക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ചരിത്രം അത് അയവരേക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ പോലും അർഹതയില്ല എന്നതാണ് ഈ രണ്ട് ഹദീസുകളെയും വിശുദ്ധ ഖുർആനിനെയൊക്കെ നമ്മൾ ജംഅ് ചെയ്ത് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. പ്രവാചകന്റെയും സ്വഹാബിമാരുടെയും ജീവിതത്തിൽ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഉണ്ടായിട്ടും ഉളുഹിയ്യത്ത് എന്ന പുണ്യകർമ്മം നിർബന്ധമാണോ അതല്ല സുന്നത്താണോ എന്ന ചിന്ത പോലും അവരിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. അങ്ങനെ ചർച്ച പോലും അവർക്കുണ്ടായിരുന്നില്ല. അവർ ദരിദ്രരാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും ഉളുഹിയ്യത്ത് കർമ്മം, ബലികർമ്മം എന്നത് അവർ നിർവഹിച്ചു പോന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയ്ക്ക് ശേഷം 10 വർഷമാണ് മദീനയിൽ താമസിച്ചത്. ഈ 10 വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബലികർമ്മം നിർവഹിച്ചിട്ടുണ്ട്. ആ നബി ഉമർ റളിയല്ലാഹു അൻഹു
قال رسول الله صلى الله عليه وسلم بالمدينة 10 سنين يضحي. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ താമസിച്ച 10 വർഷവും ബലിയറുത്തിരുന്നു എന്നതാണ്. അതിന്റെ ആ പ്രാധാന്യം, അതിന്റെ ഫളല് സൂചിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. ബലിയറുക്കാൻ സാധിക്കുന്ന ആളുകൾ അതൊരിക്കലും ഒഴിവാക്കിക്കൂടാ. എത്രയോ ആളുകൾ കഴിവുണ്ടായിട്ടും സാമ്പത്തികമായി നല്ല ശേഷിയുണ്ടായിട്ടും വർഷത്തിലൊരിക്കൽ ബലിയറുക്കാനുള്ള ആ കഴിവുണ്ടായിട്ടും അതിന് സഹകരിക്കാത്ത എത്രയോ ആളുകളുണ്ട്. എന്നാൽ അവരുടെ സമ്പത്ത് ദുനിയാവിന്റെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിൽ അവർക്ക് യാതൊരു മടിയുമില്ല എന്നതാണ്. നാളെ പാരത്രിക ലോകത്ത് നന്മ കിട്ടുന്ന, പ്രതിഫലം കിട്ടുന്ന, ഇത്രയും വലിയ പുണ്യം കിട്ടുന്ന കർമ്മങ്ങൾക്ക് സാമ്പത്തികമായി ചെലവഴിക്കാൻ പല ആളുകൾക്കും മടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ബലി അറുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കമ്മിറ്റിയുമായി ബന്ധപ്പെടുകയും എത്രയാണോ നിശ്ചയിക്കപ്പെട്ട തുക അത് വേഗം കൊടുക്കുകയും ചെയ്യുക എന്നത് നമ്മളൊക്കെ ബാധ്യതയാണ്. ഇനി ഇവിടെ ഇല്ലെങ്കിൽ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ സൗകര്യങ്ങളുണ്ട്. ആടാണെങ്കിൽ ഒരാൾക്ക് ഒരു ആടിനെയാണ് അറുക്കേണ്ടത്. ആടല്ലാത്ത മറ്റ് ഒരുക്കൾ അതിന് ഷെയർ കൂടാൻ സാധിക്കും. അങ്ങനെ ഷെയർ ചേർന്നെങ്കിലും ബലികർമ്മത്തിൽ പങ്കുചേരാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ എന്തുകൊണ്ടാണ് നഖവും മുടിയും നീക്കം ചെയ്യാൻ പാടില്ല എന്നത് പറയാൻ കാരണം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം. സ്വന്തം നാട്ടിൽ കഴിവുള്ളവർ ബലികർമ്മം നിർവഹിക്കുന്നതിലൂടെ ഹാജിമാർ ഹജ്ജിന്റെ ഭാഗമായി നിർവഹിക്കുന്ന ബലികർമ്മത്തിൽ പങ്കുചേരുന്നു. അതോടൊപ്പം ഇഹ്റാമിലായിരിക്കെ ഹാജിമാർക്ക് അനുവദനീയമല്ലാത്ത മുടി, നഖം എന്നിവ എടുക്കുക എന്നതിലും പങ്കുചേരുന്നു എന്നതാണ്. അതാണ് നഖവും മുടിയും എടുക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്നതാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞതായി കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഉളുഹിയ്യത്തിന്റെ അതിന്റെ ഹിക്മത്തുകൾ അല്ലാഹുവിന് വേണ്ടി മാത്രം ബലിയറുക്കുന്നതിലൂടെ തൗഹീദ് ഊട്ടിയുറപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ നാടുകളിൽ പല ബലിയറുക്കുന്ന ആളുകളുണ്ട്, പല നേർച്ചകളുടെ പേരിൽ. അതുപോലെ തന്നെ അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയറുക്കുന്ന ആളുകൾ, ശൈഖന്മാരുടെ അതുപോലെയുള്ള മഹത്തുക്കളുടെ പേരിലെല്ലാം ബലിയറുക്കുന്ന ആളുകൾ. ഇതിലൂടെ ഈ ബലിയറുക്കുന്നതിലൂടെ ദുൽഹിജ്ജ മാസത്തിലെ ബലിയറുക്കുന്നതിലൂടെ അത് അല്ലാഹുവിന് വേണ്ടി മാത്രമാണ് അറുക്കുന്നത്. അവരുടെ തൗഹീദിനെ ഊട്ടിയുറപ്പിക്കുകയും തൗഹീദിനെ പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. അതാണ് അതിന്റെ ഒന്നാമത്തെ ഹിക്മത്ത്. അതുപോലെ അല്ലാഹുവിന്റെ സാമീപ്യം ലഭിക്കുന്നു, അത്തരം ആളുകൾക്ക് അല്ലാഹുവിന്റെ അടുപ്പം ലഭിക്കും എന്നതാണ്. മൂന്നാമതായി അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം സമ്പാദിക്കാൻ സാധിക്കും. ധാരാളമായി പ്രതിഫലം അല്ലാഹു നൽകും. അല്ലാഹുവിനുള്ള അനുസരണമാണ് ബലിയറുക്കുക എന്നത്. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പൊന്നോമനയായ ഇസ്മാഈൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കളിച്ചു നടക്കുന്ന പ്രായത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന വരുന്നത്, അറുക്കണമെന്നത്. അദ്ദേഹം ആ കൽപ്പന ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറിയിച്ചപ്പോ അല്ലാഹുവിന്റെ കൽപ്പനയാണോ എങ്കിൽ റെഡിയാണ് എന്നാണ് പറഞ്ഞത്. ആ കൽപ്പനയെ, അല്ലാഹുവിന്റെ കൽപ്പന എത്ര തന്നെ ത്യാഗം സഹിക്കേണ്ടി വന്നാലും അത് ശിരശ വഹിക്കുക എന്ന ആ അനുസരണമാണ് ബലിയറുക്കുന്നതിലൂടെ ഒരു വിശ്വാസിക്ക് ഉണ്ടാകുന്നത്. അതുപോലെ അല്ലാഹുവിനോടുള്ള ഭക്തിയും ത്യാഗ മനസ്സും അതിലൂടെ പ്രകടമാക്കാൻ സാധിക്കും. ഹജ്ജിന്റെ കർമ്മങ്ങളുമായി മനസ്സിനെ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ബലികർമ്മം എന്നത്. അതുപോലെ തന്നെ പിശുക്കന്മാരായ ആളുകൾ, ആ പിശുക്കിൽ നിന്നുള്ള മോചനം അതിലൂടെ ലഭിക്കും. അതുപോലെ സാധുക്കളായ ആളുകൾക്ക് അന്നത്തെ ആ മാംസ വിതരണത്തിലൂടെ അവരെ ഭക്ഷിപ്പിക്കാൻ സാധിക്കും.
ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ സുന്നത്തിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അതിനെ ജീവിപ്പിക്കാൻ സാധിക്കുമെന്നതാണ്. ഇങ്ങനെയുള്ള ഹിക്മത്തുകളാണ് ബലിയറുക്കുന്നതിലൂടെ ഉണ്ടാകുന്നത് എന്നതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ പ്രത്യേകം നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണമെന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിനരാത്രങ്ങളിൽ ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പുണ്യകർമ്മങ്ങളിൽ, ബലികർമ്മങ്ങൾ പോലെയുള്ള പുണ്യകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അതിനുള്ള സാമ്പത്തിക ശേഷി അല്ലാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ. നൽകിയ ആളുകൾക്ക് അത് കൊടുക്കുവാനുള്ള ആ ഒരു തൗഫീഖും കൂടെ അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ജീവിതത്തിൽ വലുതും ചെറുതുമായ പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. എല്ലാം അറിയുന്നവനായ റബ്ബേ, എല്ലാം നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരു വിഭാഗം ആളുകൾ നാളെ നരകത്തിലേക്കും മറ്റൊരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്കും പോകുമ്പോൾ ആ സ്വർഗക്കാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. നരകത്തിലേക്ക് പോകുന്ന ഹതഭാഗ്യവാന്മാരിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, കഠിനമായ വേദനകൾ അനുഭവിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് നീ ശിഫ നൽകണം റഹ്മാനെ. അവരുടെ വേദനകൾക്ക്, പ്രയാസങ്ങൾക്ക്, ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ നീ മായ്ച്ചു കൊടുക്കുകയും പകരം സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണം റഹ്മാനെ. സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ അത് വീട്ടി കൊടുക്കുവാനുള്ള ശേഷിയും കഴിവും നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, മാതാപിതാക്കളോട് നല്ല രീതിയിൽ വർത്തിക്കുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമായി എന്നതിന്റെ പേരിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ പ്രയാസങ്ങൾക്ക് നീ അറുതി നൽകണം റഹ്മാനെ. അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഅ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിൽ ഹാജാത്. അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.